നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് ആണ്. ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ. ഫസ്റ്റ് ഓപ്പറേഷൻ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ. ടു ഓർ മോർ മെട്രിസസ് തമ്മിൽ അഡിഷനോ സബ്ട്രാക്ഷനോ നടത്തണമെങ്കിൽ ആകെ ഒരു കണ്ടീഷനാണ് നമുക്കുള്ളത്. ദാറ്റ് ഈസ് ഓൾ ദ മെട്രിസസ് ഷുഡ് ഹാവ് ദ സെയിം ഓർഡർ. അതായത് എല്ലാ മെട്രിസസുകളും സെയിം ഓർഡർ ആയിരിക്കണം വേണ്ടത്. ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ദാറ്റ് ഈസ് 1 2 0 1. ദിസ് ഈസ് എ 2x2 മെട്രിക്സ്. ഇത് 2x2 മെട്രിക്സ് ആണ് അല്ലേ. അതിൽ ബി ഈസ് ഈക്വൽ ടു 6 7 2 3. ഇതും ഒരു 2x2 മെട്രിക്സ് ആണ്. സോ സിൻസ് എ ആൻഡ് ബി ഹാവ് സെയിം ഓർഡർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എയും ബിയും തമ്മിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എയും ബിയും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1 2 0 1 പ്ലസ് 6 7 2 3 ആഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഞാൻ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈ 1 സെക്കൻഡ് മെട്രിക്സിന്റെ 6 ആയിട്ട് ആഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് 1 പ്ലസ് 6. ദെൻ ഈ 2 7 ആയിട്ട് ആഡ് ചെയ്യണം. സോ ആണ് നെക്സ്റ്റ് എലമെന്റ് 2 പ്ലസ് 7. ദെൻ 0 ഷുഡ് ബി ആഡഡ് വിത്ത് 2. ദാറ്റ് ഈസ് 0 പ്ലസ് 2. ദെൻ 1 ഷുഡ് ബി ആഡഡ് വിത്ത് 3. ദാറ്റ് ഈസ് 1 പ്ലസ് 3. So 1 plus 6 is 7. 2 plus 7 9. 0 plus 2 is 2. 3 plus 1 is equal to 4. So ഇതാണ് അഡീഷൻ. സബ്ട്രാക്ഷൻ സെയിം പോലെ തന്നെയാണ്. ഈ പ്ലസിന്റെ അവിടെ എന്തൊരു സബ്ട്രാക്ഷൻ വരും. ദാറ്റ് ഈസ് ലെറ്റ്സ് ഡു എ മൈനസ് ബി. ദാറ്റ് ഈസ് again ഞാൻ ഇവിടെ 1 minus 6. that is 1 minus 6 will be the first one. then 2 minus 7. അടുത്ത എലമെന്റ് 2 minus 7 ആയിരിക്കും. 0 minus 2. then 1 minus 3. so ഇതൊക്കെയാണ്. so ആൻസർ എഴുതാൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 minus 6 equal to minus 5. 2 minus 7 is equal to again minus 5. 0 minus 2 is equal to minus 2. 1 minus 3 is equal to minus 2. So this is A minus B. Okay. So this is addition and subtraction of matrices. Then next topic is scalar multiplication of matrices. Scalar multiplication. That is A എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. ദാറ്റ് ഈസ് എ ഈക്വൽ ടു ലൈക്ക് എക്സ് വൈ എ ബി. ഈ മെട്രിക്സിന് ഞാൻ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ആണ്, ലൈക്ക് നമ്പർ ആവാം, ദെൻ അനദർ വേരിയബിൾ ആവാം, എന്തെങ്കിലും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം സപ്പോസ് ഞാൻ ഇതിനെ 4 ഇൻറ്റു എ ചെയ്യാണ്. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യേണ്ടത് എയിലുള്ള ഈച്ച് ആൻഡ് എവറി എലമെന്റിന് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. That is 4x 4y 4a 4b. അങ്ങനെ ചെയ്യണം. NDAയുടെ മാത്തമാറ്റിക്സിൽ മിക്ക പ്രോബ്ലംസിലും ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനത്തെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഓപ്പറേഷൻസ്. ലൈക്ക് നമുക്ക് ചിലപ്പോൾ എന്ത് a² പ്ലസ് 4a പ്ലസ് 7i ഈസ് ഈക്വൽ ടു 0. ദെൻ വെരിഫൈ ദ ഫോളോയിങ്, ചെക്ക് ദ ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തന്നത്. അപ്പം നമുക്ക് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് ആ പർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് എല്ലാ എലമെന്റ്സിനും ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. സോ ദിസ് ഈസ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ദെൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. വെരി സിമ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസിന് ഒരു കണ്ടീഷൻ കമ്പൾസറി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്തായിരുന്നു കണ്ടീഷൻ? അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷന് all the matrices should have the same order ഉണ്ടെങ്കിൽ മാത്രമേ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി ഒരു ഡിഫറെന്റ് കണ്ടീഷൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന് വെച്ചാൽ ലെറ്റ് ഫസ്റ്റ് മെട്രിക്സ്
ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ R1 by C1 ആണ്. ആൻഡ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് R2 by C2 ആണ്. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. അതായത് ഈ C1 ഷുഡ് ബി ഈക്വൽ ടു R2. അതായത് നമ്പർ ഓഫ് കോളംസ് ഓഫ് ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് മെട്രിക്സ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്താവുള്ളൂ, പോസിബിൾ ആവുള്ളൂ. ഈ കണ്ടീഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ ദാറ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഇമ്പോസിബിൾ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് NDAയുടെ ഒരു 2020 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ A equal to something matrix, B is equal to another matrix. Then what will be the order of A into B? A into B എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് ഒന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കേണ്ട കാര്യമേ ഇല്ല. ഫസ്റ്റ് ഇവിടെ A മെട്രിക്സും B മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇതായിരിക്കും. ദാറ്റ് ഈസ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ പറയാം C1 ഈക്വൽ ടു R2 ആയിരിക്കണം. ദെൻ റിമൈനിങ് ആയിട്ടുള്ളത് എന്താ, R1 by C2. അതാണ് എന്ത്, ഓർഡർ ഓഫ് റിസൾട്ടന്റ് മെട്രിക്സ്. റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ ഇതായിരിക്കും. സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാനൊരു എക്സാമ്പിളിൽ കൂടെ പറയാം. A മെട്രിക്സിന്റെ ഓർഡർ ഈസ് ഈക്വൽ ടു 4/3, B മെട്രിക്സിന്റെ ഓർഡർ ഈസ് ഈക്വൽ ടു 3/1 ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദി മെട്രിക്സ് ഫോംഡ് ബൈ A into B. A into B ചെയ്തിട്ടുള്ള മെട്രിക്സിന്റെ ഓർഡർ കാണാം. അപ്പം നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് വെദർ C1 ഈക്വൽ ടു R2 ആണോ. C1 എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ 3 ആണ്, R2 എന്ന് പറയുന്നത് 3 ആണ്. സോ ദേ ആർ ഈക്വൽ. സോ നമുക്ക് എന്തായി, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് ക്ലിയർ ആയി. ദെൻ സെക്കൻഡ് റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നമുക്കറിയാം എന്താ ബാലൻസ്, അതായത് ഇത് എലിമിനേറ്റ് ആയി, ഈക്വൽ ആയതുകൊണ്ട് എലിമിനേറ്റ് ആയി. റിമൈനിങ് ആയിട്ടുള്ള എന്താ 4/1. സോ 4/1. സോ ഇതായിരിക്കും എന്ത്, റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NDAയുടെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളൂ. ഓക്കെ, സോ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് NDAയുടെ മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് 100% ആൻസർ ചെയ്യാൻ പറ്റും. മെട്രിക്സ് ചാപ്റ്റർ മെട്രിക്സിന്റെ പെക്കിലായിട്ട് നമുക്കറിയാം സിമ്പിൾ ആണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും അതിൽ ഉണ്ടാവാറില്ല. ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്കൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു നോക്കാം. അടുത്തത് A എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാനൊരു എക്സാമ്പിൾ ഇട്ട് എഴുതാം. 1 2 3 4 5 6 1 -1 0. ഒരു 3/3 മെട്രിക്സ് ആണ് ഞാൻ A എടുത്തത്. then അതുപോലെ B എന്ന് പറയുന്ന മെട്രിക്സ് ഈസ് ഈക്വൽ ടു -1 -2 0 0 0 -3 4 1 2. ഇതാണ് B മെട്രിക്സ്. സോ നമുക്ക് A into B എന്ന് പറയാൻ നേരത്ത് 1 2 3 4 5 6 1 -1 0 into B മെട്രിക്സ് എന്ന് പറയാൻ നേരത്ത് -1 -2 0 0 0 -3 4 1 2. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ഈ ഒരു ഷേപ്പ് ആലോചിച്ചാൽ മതി. അതായത് ഞാൻ പറയണത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ചെയ്തിട്ട് സിമ്പിളാണ്. കാണുമ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ കോംപ്ലിക്കേറ്റ് ആണ്, പക്ഷേ വെരി വെരി സിമ്പിളാണ്. ദാറ്റ് ഈസ് 1 into ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഈസ് 1 into -1
plus 2 into 0 plus 3 into ഈ 4. അതാണ് ഫസ്റ്റ് എലമെന്റ്. സെയിം പോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് റോനെ വെച്ചിട്ട് ഈ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇതിനപ്പം നമുക്ക് ഒരെണ്ണം വർക്കൗട്ട് ചെയ്യാം. 1 into -2 plus 2 into 0 plus 3 into 1. സെക്കൻഡ് എലമെന്റ് ആയി തേർഡ് ഇതേപോലെ തന്നെ ഫസ്റ്റ് റോനെ തേർഡ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 into 0 plus 2 into -3 plus 3 into 2. Then second one 4 into സെയിം പോലെ തന്നെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഫസ്റ്റ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം, സെക്കൻഡ് കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം, തേർഡ് കോളത്തിന്. അത് പ്രൊസീജിയർ പോകണമെങ്കിലാണ് ഫസ്റ്റ് മാട്രിക്സിന്റെ റോ എടുത്തിട്ട് സെക്കൻഡ് മാട്രിക്സിന്റെ കോളം വൈസ് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അതാണ് റൂൾ. ഇത് 4 into -1 plus 5 into 0 plus 6 into 4. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ ഞാൻ കുറച്ച് ബ്രാക്കറ്റ്സ് ഇടാം ഇവിടെ. ഓക്കെ, സിമ്പിൾ ആണിത്, ബട്ട് നമ്മൾ നല്ല അറ്റൻഷൻ കോൺസെൻട്രേഷൻ വേണം കേട്ടോ. അല്ലെങ്കിൽ ഈ NDA മാത്തമാറ്റിക്സിൽ സിമ്പിൾ ആയിരിക്കും മെട്രിക്സ്, പക്ഷെ നമ്മുടെ കെയർലെസ് മിസ്റ്റേക്സ് കൊണ്ട് ഉണ്ടാവുന്ന ആൻസേഴ്സ് ഒക്കെ ഓപ്ഷൻസിൽ ഉണ്ടാവും. സോ കെയർഫുള്ളായിട്ട് മൾട്ടിപ്ലിക്കേഷൻസ് ക്യാരി ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ദെൻ സെക്കൻഡ് റോ 4 into -2 plus 5 into 0 plus 6 into 1. Then next one 4 into 0 plus 5 into -3 plus 6 into 2. Next one തേർഡ് റോ എടുക്കുക, ഇതേപോലെ തന്നെ കോളത്തിനെ മൾട്ടിപ്ലൈ. ദാറ്റ് ഈസ് 1 into -1 -1 into 0 0 into 4. Then 1 into -2 -1 into 0 0 into 1 1 into 0 -1 into -3 0 into 2. ദെൻ നമുക്കറിയാവുന്ന പോലെ തന്നെ ബാക്കി എന്ത് എഴുതുക? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസേഴ്സ് ഫൈനലൈസ് ചെയ്യുക. ദാറ്റ് ഈസ് -1, ഇതിൻ്റെ ആൻസർ -1 കിട്ടും, ഇത് 0 കിട്ടും. ഇത് നേരത്തെ 3 4s are 12 12 plus 0 0 12 plus 0 12 12 minus 1 is equal to 11 ഇവിടെ കിട്ടും. ദെൻ അതേപോലെ തന്നെ എന്താ ഇത് -2 0 3 -2 plus 0 -2 -2 plus 3 is equal to 1 കിട്ടുന്നു. ദെൻ ഇവിടെ 0 ഇവിടെ -6 ഇവിടെ 6 plus -6 0 വരുന്നു. സിമിലർലി ഇത് എഴുതാം. -4ൻ്റെ ആൻസർ ഇത് കിട്ടും, ഇത് 0 കിട്ടും, 24 കിട്ടും. 24 plus -4 20 എന്ന് കിട്ടും ഇവിടെ. ദെൻ ഇവിടെ എന്താ -8 0 6. സോ ദിസ് ഈസ് -2 0 -15. So that is -3 -1 0 0. That is -1 ആയിരിക്കും ഇവിടുത്തെ എലമെന്റ്. Then this is -2 0 0. That is -2 ആണ് ഇവിടുത്തെ എലമെന്റ്. 0 3 0. That is ഇവിടുത്തെ 3. So this is the answer of A into B. So this is matrix multiplication. Okay, so ഇത്തരം കാര്യങ്ങളൊക്കെയാണ്
എൻ ഡി എയുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം ഡിസ്കഷൻസിൽ വരാറ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോക്കുക, ദെൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് മെട്രിക്സിന്റെ ടോപ്പിക്സ്. ഓക്കെ.